എല്ലാവർക്കും നമസ്തേ. ഒരു മധുര യാത്ര, ചെറിയൊരു വീഡിയോ. അപ്പോൾ മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിയിലേക്ക് പോവുകയാണ് ഞങ്ങൾ. അവിടേക്കുള്ള വണ്ടിയൊക്കെ പാർക്കിങ്ങിൽ എവിടെയെങ്കിലും വെച്ചിട്ട് വേണം പോവാൻ. ഇവിടേക്കൊന്നും വണ്ടിയൊന്നും വരാൻ പറ്റില്ല. അങ്ങനെ ഇവിടേക്ക് വന്ന് അവിടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ബാരിക്കേഡ് കാണും. അവിടെ നിർത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഒന്നും ഒരു വണ്ടിയും പോവില്ല. പിന്നെ അവിടെ കാണുന്നതാണ് ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഗേറ്റ്. അവിടെ നമ്മൾ ബാഗും മൊബൈലും എല്ലാ സാധനങ്ങളും അവിടെ കൊടുക്കണം. അങ്ങനെ പോയി തൊഴുതു. അകത്തുള്ള ഫോട്ടോസൊന്നുമില്ല. പിന്നീട് അടുത്തൊരു ഗുരുദ്വാരയുണ്ട്. ഗുരുദ്വാരയുടെ ഫോട്ടോസാണ് അവിടെ കണ്ടത്. പിന്നീടുള്ളത് യമുന കണ്ടു. യമുനയിൽ ബോട്ട് ചെയ്തു. ബോട്ടിൽ പോയിട്ട് വന്നു. അങ്ങനെ വെള്ളമൊക്കെ പറ്റിയ സമയമാണ്. പാട്ടെല്ലാം പാടി നമുക്ക് പോകാൻ. തിരക്കൊക്കെ കുറഞ്ഞ പകലായിരുന്നു. തിരക്കൊക്കെ കുറഞ്ഞ സമയം. അപ്പോൾ കഴിഞ്ഞ അടുത്തുള്ള അമ്പലം വൃന്ദാവനത്തിലും നിധിവനത്തിനടുത്തുള്ള കുറേ അമ്പലങ്ങളിൽ രാധാരമണി ക്ഷേത്ര, ബാങ്ക്, ബിഹാരിജി, നിധിവനം, അങ്ങനെ കുറേ ഉണ്ട്. കുറേ വീഡിയോസൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. അതൊന്നും ഇതിലേക്ക് വെച്ചിട്ടില്ല. പിന്നീട് അതൊക്കെ അത്യാവശ്യം ആൾക്കാർ ബിസിനസ്സൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാനും ഒന്ന് ചെറിയ വീഡിയോ എടുത്തു. പിന്നെ തീരുവ കഴിഞ്ഞ് പിന്നീട് വൃന്ദാവന പരിക്രമണം ചെയ്തു. അത് ഈ റിക്ഷയിൽ പുറത്ത് കൂടി ചെയ്തതാണ് കേട്ടോ. കുറേ ഉള്ളിൽ പോകാനൊന്നും പറ്റില്ല. ഞങ്ങൾക്കൊന്നും പറ്റാത്തതുകൊണ്ട് അതൊന്നും പോയില്ല. കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളിലേക്കുള്ള വീഡിയോസൊന്നും അങ്ങനെ കാണാനില്ല. ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ കുറച്ച് വൃന്ദാവനത്തിൻ്റെ കുറച്ച് എന്താ പറയുക, ഗോവർദ്ധനഗിരിയുടെ ഭാഗങ്ങളൊക്കെ കുറച്ചായിട്ട് അവിടെ ഇവിടെയൊക്കെ കാണാനുണ്ട്. കുറച്ച് കാണാനുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് കാണുന്നുള്ളൂ. ഫോണിലൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇത് ഏകദേശം രാജസ്ഥാൻ്റെ ഏരിയയിൽ അങ്ങോട്ടൊക്കെ എത്തിയിട്ടോ. അങ്ങനെയാണ് അവർ റിക്ഷക്കാരൻ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഇവിടെ പരിക്രമണം ചെയ്യുന്ന ആളുകൾ ഇതിന് പുറത്ത് കൂടി ശയന പ്രദർശനത്തിന് പകരം ഓരോ അടിവെച്ച് കിടന്ന് നമസ്കരിച്ചിട്ടാണ് പോകുന്നത് യാത്ര. അങ്ങനെ പോകുന്ന ചിലരെ കണ്ടു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. റിക്ഷയിൽ ഭയങ്കര കുലുങ്ങാം. ഒരു രക്ഷയില്ല. കുലുക്കി ചാടി നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സംസാരം പോലും പരസ്പരം കേൾക്കുന്നില്ല. വീഡിയോ എടുക്കാൻ ഫോണൊക്കെ തെറിച്ചു പോകുന്ന അവസ്ഥയാണ്. പിന്നീട് നമ്മൾ പ്രേം മന്ദിറിൽ പോയി. പ്രേം മന്ദിറിൻ്റെ ചെറിയൊരു ഫോട്ടോസ് മാത്രമേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഷോർട്സിലിട്ടിട്ടുണ്ട്. നമസ്കാരം.